ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എപ്പോഴും ഉള്ളതൊക്കെ തന്നെ ഗൈസ്. ഏതായാലും നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ മാത്രമല്ല ഗൈസ് ഗെറ്റ് റെഡി മീലുള്ളത്, എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഒരു ക്യാമറ ഓണായ അപ്പം ചാടി തേറി തുള്ളി വരും ഗൈസോള്. ഞാനാണെന്നുണ്ടെങ്കിൽ നുള്ളിക്കാണ്ട് ബ്ലഷൊക്കെ ഉണ്ടാക്കാൻ നോക്കിയത് കേട്ടോ. പക്ഷേ നമുക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്യാമെന്ന്. അതാകുമ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോയും കിട്ടും, പിന്നെ ഒരു പിങ്കിഷ് കളർ വയ്ക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കതെന്തായാലും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഓവറായി, എന്നാലും കുഴപ്പമില്ല. അത് വല്ലാണ്ട് ഓവറായിട്ട് കാണിക്കില്ല. അതിൻ്റെ ഇടയിൽ തൈ കുരിപ്പ് വന്നാണ്ട് കണ്ണ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുളമായിട്ടുണ്ട് കേട്ടോ. വലിയ ആളായി കണ്ണാടി നോക്കി എഴുതാൻ നോക്കിയത് പാളിക്കണ്. ക്യാമറയിൽ നോക്കി പിന്നെ കണ്ണാടി നോക്കി എഴുതാൻ പോയി ഗൈസ്. അതിൻ്റെ അടുക്ക് ഞാൻ ദേ കുറച്ച് ഐഷാഡോ ഒക്കെ ഇട്ടു. ഈ ലിപ്സ്റ്റിക്ക് എന്താണാവട്ടെ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ അല്ല കേട്ടോ. നല്ല അടിപൊളി കളറാണ്. മറ്റോള് ഇതാ വാലിട്ട് നീട്ടി കണ്ണെഴുതി വന്നിക്കണ്. പിന്നെ മസ്കാര ഒക്കെ ഇടുന്നുണ്ട്. ഞാനപ്പോത്തിന് ബാക്കിൽ നിന്നിട്ട് ഇതാ നമ്മളെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. പിന്നെ ഓൾ ഐബ്രോസൊക്കെ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാം, ഇങ്ങനെയല്ല ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം വലിയ ആവേശത്ത് കയറി ഏറ്റപ്പോൾ ചെറുതായിട്ടൊന്ന് പാളി ഗൈസ്. ഞാൻ ആദ്യം ഐബ്രോ വെച്ച് ഇട്ടിട്ട് പിന്നെ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം പാളിയിട്ടുണ്ടായിരുന്നു. നല്ല ബോറായി ഉണ്ടായിരുന്നു കേട്ടോ. മര്യാദക്ക് ഓൾ ചെയ്താൽ മതിയേനു. അങ്ങനെ ഓൾത് കൊളാക്കി വിട്ടപ്പോൾ ഒരു മനസ്സുഖം ഗൈസ്. പിന്നെ ഞാൻ ഇൻ്റെ റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ടോ. ഇൻ്റെ പിന്നെ വലിയ കൊളാക്കാതെ ഞാനായിട്ട് സെറ്റാക്കി എടുത്തേക്കണ്. ഐബ്രോ ഫില്ല് ചെയ്യണ സംഭവം കഴിഞ്ഞിട്ടുണ്ട്, പുതിയ മേടിക്കണം. പിന്നെ അത് അനിയത്തി വന്നാണ്ട് ലിബാമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓൾ തന്നെ പിന്നെ ഐബ്രോ സെറ്റ് ചെയ്തിട്ടോ. പിന്നെ വല്ലാണ്ട് സെറ്റ് ചെയ്യാനില്ല, പിരികം ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തേക്കുക. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ അതേ കുറച്ച് ഇട്ടിട്ടോളൂ. ഓളിൻ്റെ മാതിരി അങ്ങനെ വാരി പൊത്തിയിടൊന്നുമില്ല. പിന്നെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയി. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ബ്ലഷ് ഇടാമെന്ന് വിചാരിച്ചു. ബ്ലഷ് നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെ ഉണ്ട് യൂസ് ചെയ്യണത്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഗൈസ് ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ആ ഹെയറൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ആക്സസറീസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ അതിക്കൊരു റിങ് ഇട്ടിട്ടുണ്ട്, മറ്റേ കയ്യിലും കൂടി റിങ് ഇടുന്നുണ്ട്. പിന്നെ ഇതാ ഞാനൊരു സിമ്പിളായിട്ടുള്ള മാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡബിൾ ലെയറിൻ്റെ ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഗൈസ് പാൻറ് ഒന്ന് ഊരി കളഞ്ഞാലോ എന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, അടിയിലിട്ട് ജീൻസ് ഇട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതന്നെ നീലന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കയ്യിലായ മസ്കാര തോർത്തിയെടുത്തു. അനിയത്തിയാണെന്നുണ്ടെങ്കിൽ കമ്മലൊക്കെ ഇട്ട് അടിയിൽ വന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യ അനിയത്തിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഗൈസ്. അപ്പോൾ അനിയത്തിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. ഓളെ ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ തയ്ച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ളത് കൂടി പറയണേ.